ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയെടുത്തു. അന്വേഷണ സംഘം 2022-ൽ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് ബോർഡാണ്. അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്നാണ് മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. എന്തായാലും ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് കണ്ഠരര് മഹേഷ് മോഹനരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താൻ അനുമതി തേടിയപ്പോൾ അതിന് അനുമതി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആ അനുമതി ചോദിച്ചത് ദേവസ്വം ബോർഡാണ് എന്ന രീതിയിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുകയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട് എന്ന് തന്നെയാണ് കണ്ഠരര് മഹേഷ് മോഹനരും ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വാർത്തകൾ, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയും ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന രീതിയിൽ തന്നെയാണ്. തീർച്ചയായും തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യമുനയിൽ നിന്നുണ്ടായിരുന്നത്. പിന്നീട് പത്മകുമാറിന്റെ അറസ്റ്റോട് കൂടിയായിരുന്നു തന്ത്രിമാർക്കടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട്, അങ്ങനെ പരിചയപ്പെടുത്തിയത് തന്ത്രിമാരാണ് എന്നായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വീണ്ടും ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പൂജ നടത്താൻ പോയതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളതെല്ലാം വ്യക്തിബന്ധത്തിന്റെ പുറത്താണ്. അതായത് ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം സ്ഥിരമായി അവിടെ എത്തുന്നവരാണ്. അങ്ങനെയുള്ള ബന്ധത്തിന്റെ പുറത്താണ് ഈ ശബരിമലയിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതും തുടർന്ന് ഗോവർദ്ധനന്റെ ജ്വല്ലറിയിലേക്ക് ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി പോയതുമെന്നടക്കമാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് 2022-ൽ ഈ കട്ടളപ്പാളിയും വാതിൽപ്പടിയും പിന്നെ സ്വർണ്ണപ്പാളി അതിലടക്കമുള്ള സ്വർണ്ണപ്പാളികൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നതിന്, അതായത് സ്വർണ്ണം പൂശുന്നതിനായി അവിടെ നിന്ന് മാറ്റുന്നതിന് അനുമതി തേടിയത് ദേവസ്വം ബോർഡായിരുന്നു. പക്ഷേ ശബരിമലയിൽ വെച്ച് തന്നെ ഇത് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു അനുമതിയാണ്, അങ്ങനെയുള്ള ഒരു അനുമതിയാണ് നൽകിയതെന്നാണ് തന്ത്രി നൽകിയ മൊഴി. പക്ഷേ ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്നും കൊണ്ടുപോയി ഈ ഗോവർദ്ധനന്റെ ജ്വല്ലറി, ഈ ജ്വല്ലറി പൂജയ്ക്ക് പോയ ജ്വല്ലറിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം, തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം കണ്ടെടുത്തത്. അതൊരു നിർണായകമായ കണ്ടെത്തലായിരുന്നു. അതും ഈ ബന്ധവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്തതും. ഈ ഒരു പത്മകുമാറിന്റെ മൊഴിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്തത്. പക്ഷേ വീണ്ടും ദേവസ്വം ബോർഡിനെ തന്നെ ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ തന്ത്രി നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരുന്നത്. അല്ലാതെ വ്യക്തിബന്ധത്തിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയിലോ ഈ സ്വർണ്ണക്കൊള്ളയിലോ തനിക്ക് പങ്കില്ല എന്നാണ് ഇപ്പോൾ തന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. ശരി, സാരംഗ് സുധാകരനാണ് വിശദവിവരങ്ങൾ നൽകിയത്.